നമസ്കാരം. ഹുൻസൂരിൽ വ്യാപാരിയും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനുമായ യുവാവ് ഭാര്യയെയും 2 പെൺമക്കളെയും കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. ഹുൻസൂർ ന്യൂ മാരുതി ലേഔട്ടിൽ താമസിച്ചിരുന്ന ഹരീഷ്, ഭാര്യ നിശ്ചിത, മക്കളായ നിക്ഷിത, രക്ഷ എന്നിവരാണ് മരിച്ചത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഭാര്യയുടെയും മക്കളുടെയും വായയും മൂക്കും പാക്കിങ്ങിനായി ഉപയോഗിക്കുന്ന കട്ടിയുള്ള സെല്ലോ ടേപ്പുകൾ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. 3 പേരുടെയും ജീവനെടുത്ത ശേഷമാണ് ഹരീഷ് തൂങ്ങി മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയായിട്ടും കുടുംബാംഗങ്ങളെ ആരെയും പുറത്തു കാണാതിരിക്കുകയും ഹരീഷിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതിരിക്കുകയും ചെയ്തതോടെ ഇദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്ത് വീട്ടിലെത്തി അന്വേഷിക്കുകയായിരുന്നു. സംശയം തോന്നിയ സുഹൃത്ത് ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ് ഹുൻസൂർ ടൗൺ പോലീസ് സ്ഥലത്തെത്തി വീട് തുറന്നു പരിശോധിച്ചപ്പോഴാണ് കിടപ്പുമുറിയിലെ കട്ടിലിൽ ഉറങ്ങുന്ന നിലയിൽ അമ്മയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വായയും മൂക്കിലുമൊക്കെ കട്ടിയുള്ള ടേപ്പുകൾ ഒട്ടിച്ച നിലയിലായിരുന്നു ഈ മൃതദേഹങ്ങൾ തുടർ നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിന് പിന്നിലെ കൃത്യമായ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ലെന്നും ഹുൻസൂർ ടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായും അധികൃതർ അറിയിച്ചു. ആത്മഹത്യാക്കുറിപ്പിലെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: "ഞാൻ മുകളിലത്തെ മുറിയിൽ തൂങ്ങി മരിക്കുന്നു." ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ കിടന്ന മുറിയിൽ കണ്ടെത്തിയ ഹരീഷിന്റെ കുറിപ്പിന്റെ തലക്കെട്ട് ഇതായിരുന്നു: "ഇതിന് താഴെ എന്റെ അവസാന ആഗ്രഹങ്ങൾ" എന്നെഴുതി തന്റെ സ്വത്തുക്കളുടെ വിവരങ്ങളും കടബാധ്യതകളും ആർക്കൊക്കെയാണ് സ്വത്ത് വീതിച്ചു നൽകേണ്ടത് എന്നതും കുറിച്ചു വച്ചിരുന്നു. മൈസൂരു ജില്ലാ പോലീസ് സൂപ്രണ്ട് മല്ലികാർജുനെ ബാലദണ്ഡി സ്ഥലം സന്ദർശിച്ചു. അതേസമയം സെക്കൻഡ് ഹാൻഡ് വാഹന വിൽപ്പനയും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും നടത്തി വന്നിരുന്ന ഹരീഷ് നാട്ടിൽ സാമ്പത്തികമായി നല്ല നിലയിലായിരുന്നുവെന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നത്. എന്നാൽ അടുത്തിടെ ഹരീഷിന്റെ 2 സ്വത്തുക്കൾ ബാങ്കുകൾ ജപ്തി ചെയ്തിരുന്നതായി പോലീസ് കണ്ടെത്തി. സാമ്പത്തിക പ്രതിസന്ധിയും കടബാധ്യതകളുമാണോ ആത്മഹത്യയ്ക്ക് കാരണമെന്ന് അന്വേഷിക്കുന്നുണ്ട്. ഹുൻസൂർ ടൗൺ പോലീസ് വിശദമായ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും കൂടെ ജോലി ചെയ്യുന്നവരുടെയും അതുപോലെ തന്നെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ മൊഴി ഈ കാര്യത്തിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത്രയധികം സാമ്പത്തിക ബാധ്യത ഇല്ല എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ ജപ്തി നടപടികളുമായി ബാങ്ക് മുന്നോട്ട് പോയതിലും അന്വേഷണം വേണ്ടിവരും.